എല്ലാ ജീവിക്കും ആ ജീവിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. പശു പോയിട്ട് പുല്ല് തിന്നുമ്പോൾ ഏത് പുല്ല് തിന്നണം ഏത് പുല്ല് തിന്നണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം പശുവിന്. എല്ലാ ജീവിക്കും അറിയാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് പന്നി. ഇതൊക്കെ നമ്മുടെ ജീനോമിൽ കോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്താ തിന്നേണ്ടതെന്നുള്ളത്. അപ്പം ഈ പറഞ്ഞല്ലോ എല്ലാവരുടെയും ജീനിൽ തന്നെ അവർക്ക് തിന്നാൻ പറ്റുന്നത് എന്താണെന്ന് ഉണ്ട്. അത് മാത്രമേ അവർ തിന്നുള്ളൂ. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ഇത് മറന്നുപോയി എന്ന് മാത്രമല്ല ഇയാളുടെ അനുഭവം കൂട്ടിയിട്ട് വേറൊരു കാര്യം പറയുന്നത് സകലമാന ജീവി കുഞ്ഞു കുട്ടികൾ തീട്ടം തിന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സൗസറിടാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പയറും കടലൊക്കെ തിന്നിട്ട് തിരിഞ്ഞ് ഇതിന്റെ കുട്ടികൾ തീട്ടുന്നുണ്ട് കണ്ടിട്ടില്ലേ? ഞാനും തിന്നിട്ടുണ്ട് 2 കാരണം. ഇത് ജീനോമിലുള്ളതാണോ? ഇതിൽ ജീനോമിലുള്ളതാണോ? അപ്പോൾ മനുഷ്യന്റെ ജീനോമിൽ എന്തുണ്ട്? കാഷ്ടം, സ്വന്തം മലം തിന്നാമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ അത് തിന്നരുതെന്ന് പറയാൻ പാടുണ്ടോ? അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫിലോസഫിയൊക്കെ പറയാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബേസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒന്നാമതായി പറയട്ടെ, ഈ പറഞ്ഞത് ഒരു വലിയൊരു ബ്ലണ്ടറാണ്. ഓരോ മനുഷ്യനും അവൻ്റെ ജീനോമിൽ തന്നെ എല്ലാം ഉണ്ട്. ഇത് ജനറ്റിക് ഡിറ്റർമിനിസം എന്നാണ് പറയുക. എന്താണോ ജീൻ അതുപോലെയാണ് മനുഷ്യൻ, അതുപോലെ മാത്രമേ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ വളരെ മുമ്പേ ഔട്ട്ഡേറ്റഡ് ആയി പോയൊരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് ഇന്ത്യക്കാർ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന പല ഭക്ഷണവും മറ്റു പല ആളുകൾക്കും ഇഷ്ടപ്പെടില്ല. ഫിലിപ്പീൻകാർ കഴിക്കുന്ന പല ഭക്ഷണം നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നും, അല്ലെങ്കിൽ ചൈനക്കാർ കഴിക്കുന്ന നമുക്ക് അറപ്പ് തോന്നും. എന്തേ കാരണം? എല്ലാവരുടെയും ജീന് അല്ലെങ്കിൽ ജീനോം വ്യത്യാസമായതുകൊണ്ടാണോ? അല്ല, മറിച്ച് ഒരു ബിഹേവിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനറ്റിക് ആൻഡ് എപ്പിജനറ്റിക് ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഉള്ളതൊക്കെ തിന്നാൻ തോന്നുന്ന അല്ലെങ്കിൽ തിന്നാൻ നമ്മുടെ മുന്നിലേക്ക് വരുന്ന എല്ലാം തിന്നാം എന്ന് പറയുന്നൊന്നും ഒരു കാര്യമില്ല. അത് ജീനിലില്ല. ഓക്കെ, എല്ലാം തിന്നോളൂ എന്ന് ജീനിലില്ല. എന്തെങ്കിലും തിന്നരുതെന്നും അങ്ങനെയൊന്നും അല്ല ജീനിലുള്ളത്. ജീൻ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ജനറ്റിക്സും എപ്പിജനറ്റിക്സും ഒക്കെ ഒന്ന് നന്നായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. ആകെ ട്രിഗേർഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യം, മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് ആയിട്ടുള്ള പ്രൊഹിബിഷനാണ്. ആരാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മറ്റേ മനുഷ്യനിലൊന്നും പെടാത്ത ഏതോ ഒരു സ്പീഷീസ്, നിയാൻഡർതാൽസ്. ഹിന്ദു എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻ ആയിരിക്കാം. ഇനി ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഉറാങ്ങുട്ടാൻ. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതിങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അതായത് ചില ആളുകൾക്ക് ചിലത് കഴിക്കണ്ട എന്ന് തോന്നുന്നു, അതുകൊണ്ട് അവർ ആ സ്പീഷീൻ്റെ പുറത്താകുന്നില്ല. താങ്കൾ നിരന്തരമായി മദ്യം കഴിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ആളാണ് എന്ന് വെച്ച് മദ്യം കഴിക്കാത്തവരൊക്കെ വേറൊരു സ്പീഷി ആവുമോ? മുസ്ലിങ്ങൾ അവർക്ക് പന്നി ഹറാമാണ് എന്ന് വെച്ചാൽ അവർ വേറെ സ്പീഷി ആവുമോ? ജൂതന്മാർ അവർക്ക് പന്നി കഴിക്കാൻ പറ്റൂല എന്ന് വെച്ചാൽ അവർ വേറെ സ്പീഷി ആവുമോ? മറ്റു പല ആളുകളും കഴിക്കുന്ന ഒട്ടകത്തിൻ്റെ ഇറച്ചി ജൂതന്മാർ കഴിക്കൂല എന്ന് വെച്ചാൽ അവർ വേറെ സ്പീഷി ആവും. ഇങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ചില ആളുകൾ ചിലത് കഴിക്കുന്നില്ല, ചിലത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചിലത് കൂടുതലായി ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും വേറെ സ്പീഷി ആവില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാവരും മനുഷ്യരായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയാനുള്ളത്. എല്ലാവരും മനുഷ്യരാണ്. പക്ഷേ ആ മനുഷ്യരിൽ സട്ടാവിന് പൂർണ്ണമായി കീഴൊതുങ്ങി ജീവിതം സമർപ്പിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർ സട്ടാവ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കും. സട്ടാവ് ചെയ്യണമെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യും. അവർക്കാണ്, അങ്ങനെ സമർപ്പിച്ച് ജീവിക്കുന്നവർക്കാണ് മുസ്ലിം എന്ന് പറയാം. അതല്ലാതെ വേറെ തരത്തിലുള്ള വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്, പാരസെറ്റമോൾ വേറെ ഉണ്ടോ? നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിംസിന് പാരസെറ്റമോൾ വേറെ ഉണ്ടോ? പാരസെറ്റമോൾ ഒന്നും വേറെ ഇല്ല. എല്ലാവരും മനുഷ്യരാണ്, യാതൊരു സംശയമില്ല. എല്ലാവരെയും പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരായിട്ടാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ആവർത്തിച്ച് യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ എല്ലാവരുടെയും, ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും എല്ലാവരുടെയും ആദിമ പിതാവും ആദിമ മാതാവും ഒരേ ആളാണ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു ഉമ്മാൻ്റെയും ഒരു ഉപ്പാൻ്റെയും അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും മക്കളാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു $1 million ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ, കഴിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കും ആ പ്രശ്നമുണ്ടോ എന്ന് നോക്കണ്ടേന്നാണ് മൂപ്പരെടുത്ത്. ഈ ഒരു ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കും ആ പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അടിസ്ഥാനപരമായി കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ, ആദ്യം സുഹൃത്ത് മനസ്സിലാക്കുക, മുസ്ലിങ്ങൾ പന്നി കഴിക്കാത്തത് എന്തെങ്കിലും രോഗമുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, പാരസൈറ്റുകൾ ഉണ്ടാകും, മൈക്രോബ്സ് കൂടുതലാണ്, ഫാറ്റ് കൂടുതലാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ പേരിൽ ഒന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കുക, ഇതിൻ്റെ പേരിൽ ഒന്നുമല്ല. ഞങ്ങൾ പന്നി ഇറച്ചി കഴിക്കാത്തത് ഞങ്ങളുടെ സർട്ടാവ് പന്നി ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഏതുപോലെ ഞങ്ങൾക്ക് മദ്യം ഹറാമാണ്. താങ്കൾ കഴിക്കുന്ന ഒരാളാണ്, മദ്യം കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞങ്ങൾക്ക് മദ്യം ഹറാമാണ്. ഞങ്ങൾ മദ്യം കഴിക്കില്ല. ചെറിയ അളവിൽ പോലും ഞങ്ങൾ ലഹരി ഉപയോഗിക്കില്ല. ഒരു തരത്തിലുള്ള ലഹരിയും ഞങ്ങൾ ഉപയോഗിക്കില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ശരിയാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ മദ്യം കഴിച്ചാൽ അതുകൊണ്ട് ലിവർ സിറോസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഒരുപാട് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷേ ഞങ്ങൾ അടിസ്ഥാനപരമായി മദ്യം കഴിക്കാത്തത് ഈ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല. അടിസ്ഥാനപരമായ കാരണം, അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം ഞങ്ങളെ സൃഷ്ടിച്ച സട്ടാവ് മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഞങ്ങളെ സൃഷ്ടിച്ച, ഞങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന, ഞങ്ങളുടെ ശരീരത്തെ സൃഷ്ടിച്ച, ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സട്ടാവ് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പാടില്ല എന്ന്. അത് ആത്യന്തികമായി ഇഹപര ജീവിതത്തിൽ ഞങ്ങൾക്കത് നല്ലതല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ സുഹൃത്തിന് പെട്ടെന്ന് കലണ്ടർ ഓർമ്മ വന്നു, 2025 ആയില്ലേ എന്നുള്ളത്. എന്തിനാ പന്നി നിന്നോ? അതാണ് പ്രശ്നം അല്ല. 2025 ഇതൊക്കെ പറഞ്ഞു കിടക്കുന്നത്. എന്ത് ന്യായത്തിൻ്റെ പുറത്താണ്? ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഒരു റിലീജിയൻ ഭക്ഷണത്തിൽ കൈ കടത്തരുത്. അപ്പോൾ 2025 ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും പറയാൻ പാടില്ല. 2025 ആയാൽ മതകൽപ്പനകളെ കുറിച്ചൊന്നും മിണ്ടാൻ പാടില്ല. അങ്ങനെയൊന്നും ഇല്ല സുഹൃത്തെ. 2025 ആയാലും മനുഷ്യൻ തന്നെയാണ്.
അവന് ധാർമ്മികത, അവൻ്റെ ധാർമ്മികതയും അവൻ്റെ സംസ്കാരവും എല്ലാം അതിൽ വ്യത്യാസമൊന്നുമില്ല. 2025 1925 ഒരാളെ കൊല്ലുക എന്ന് പറയുന്ന ഒരു കാര്യം 1925 തെറ്റാണെങ്കിൽ ഇന്നും തെറ്റാണ്. അതിൽ മൂല്യങ്ങൾ ഇങ്ങനെ കാലത്തിനനുസരിച്ച് മാറും എന്നുള്ളതൊക്കെ സുഹൃത്തിൻ്റെ തെറ്റിദ്ധാരണകളാണ്.